ഹായ് ഹലോ. അപ്പോൾ ഇന്നേ ഇഷ്ടംപോലെ മുല്ലമൊട്ട് വന്ന് പൂത്തിപ്പോണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടേ. ഇന്നലെ കിട്ടിയതിനെക്കാട്ടിയും കൂടുതൽ കാണും. ഞാൻ ഇന്നലെ കിട്ടിയതെല്ലാം പറിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ കെട്ടി വെച്ചേക്കാം. കണ്ടോ, ഈ വശത്തുണ്ട് അപ്പുറത്തെ വശത്തുണ്ട്. ഈ വശത്തുനിന്ന് എത്ര കിട്ടിയെന്നുള്ളത് കാണിച്ചിട്ട് അപ്പുറത്തെ വശത്തുനിന്ന് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ആ സമയത്താണ് ഞാൻ ഇതെല്ലാം ഒന്ന് പറിച്ച് എന്ന് ഓർക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് കുറേ അങ്ങ് അടിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് അലർജി ഉണ്ട്. ഇന്നലെ ഇതിന്ന് ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ എടുത്തു കേട്ടോ ഞാനിത് കെട്ടി തീർക്കാൻ വേണ്ടി. ഇന്നലത്തെ മൊട്ട് ഇന്നത്തെ കൂടെ കെട്ടുമ്പോൾ എന്താകുമെന്ന് പറഞ്ഞില്ല. എനിക്ക് നല്ല ഒരു അലർജി എനിക്ക് ഉണ്ടായിരുന്നു. മൂക്ക് അങ്ങനെ അടഞ്ഞു പോകുന്നപോലെ തോന്നിയായിരുന്നു എനിക്ക് സ്മെല്ല് അത്ര അടിച്ച് കയറിയപ്പം. നമ്മുടെ ഈ ആമ്പിൾ സൈഡിൽ തട്ടിലാട്ടോ ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മുട്ട് അല്ലേ, ഈ പൂ അങ്ങ് താഴോട്ടൊക്കെ കിടക്കാം കേട്ടോ. അങ്ങോട്ടാണ് ഇഷ്ടം പോലെ പൂത്തിരിക്കുന്നത്. ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിനിഞ്ഞാന്ന് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് രാവിലെ പൂ പറിച്ചപ്പം പൂവിന് നല്ല നനവുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നിപ്പം അങ്ങനെ കുഴപ്പമില്ല. ഇന്നലെ മഴ പെയ്യാത്തതുകൊണ്ട് പൂവിനധികം നനവില്ല. ഞാനതൊന്ന് പറിച്ചെടുക്കട്ടെ. ഇത് കണ്ടോ, ഇതിങ്ങനെ അടിയിലോട്ട് നിൽക്കുന്നതാണ്. ഇങ്ങനെ താഴോട്ട് ചെറിയൊരു വേറൊരാളുടെ പരിപാടി അങ്ങോട്ട്. അപ്പം ഇവിടെ താന്നങ്ങ് നിൽക്കുക. ഇതങ്ങ് പറിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. നല്ല വാച്ചേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് കണ്ടോ, ഇത് തീർന്നില്ല കേട്ടോ. ഈ സ്ഥലത്തുനിന്ന് തീർന്നിട്ടില്ല. ഇപ്പം തന്നെ ഇത്രയായി. ഇനിയും ഉണ്ട് കുറേ പറിക്കാൻ. ഈ വശത്തു നിന്നുള്ള ഓൾമോസ്റ്റ് ഞാൻ കണ്ടതെല്ലാം പറിച്ചു കേട്ടോ. ഇനി കാണാത്ത എവിടെയെങ്കിലും കാണും, അതവിടെ നിന്നോട്ടെ. ഇനി അടുത്ത് നമുക്ക് അപ്പുറത്തുനിന്ന് പറിക്കാം കേട്ടോ. ഇനി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. ഇത് ഇനി മൊത്തവും പറിക്കണം. അതിനുമുമ്പ് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ സെറ്റിയിലോട്ടോ ഒന്ന് കൊണ്ടിട്ടേക്കാം. ഇങ്ങോട്ടൊന്ന് തട്ടിയിടാം കേട്ടോ. കണ്ടോ, ഇനി മറ്റേതും കൂടെ പറിച്ചിട്ട് വരാം. ഇത് പറിക്കാൻ അത് ചെറുതായിട്ട് അങ്ങ് താഴോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം ഫസ്റ്റ്. ഇത് പറിച്ചെടുക്കത്തി പാടാണ്, കാരണം കുഴിയിലോട്ടൊക്കെ ഇറങ്ങിയൊക്കെ ചെല്ലണം. തെറ്റാവുന്നതൊക്കെ നമുക്ക് മൊത്തം പറിക്കാം. ഇങ്ങനെ ഒന്ന് പറിച്ചെടുക്കട്ടെ. ഇവിടെ നിന്ന് ഇത്ര കിട്ടിയിട്ടുണ്ടേ. ഇനിയും ഉണ്ട് അങ്ങ് താഴോട്ട് നിൽപ്പുണ്ട്. എനിക്ക് വയ്യ കേട്ടോ പറിക്കുക. കുറേ സമയമായി പറിക്കാൻ ഇറങ്ങിയിട്ട്. അതിന് ഇതും കൂടെ കൊണ്ടുവന്ന് തട്ടാം. കേട്ടോ, അയ്യോ, അതെ, ഇന്ന് ഇത്രയും പൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഞാൻ തലേ ദിവസം കെട്ടി വെച്ചിരുന്ന പൂവായിരുന്നു കേട്ടോ. ഇതിൽ ഓയിസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് അല്ലാതെ ഇപ്പോൾ ഡബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ബാക്കി ഞാനങ്ങ് വയ്ക്കുന്നുണ്ട്, അത് കാണിക്കുന്നില്ല, പിന്നെ കാണിച്ചു തരാം. ഇതാണെങ്കിൽ അങ്ങ് ഭ്രാന്ത് പിടിച്ചങ്ങ് പൂത്തുകൊണ്ടിരിക്കുക. നമുക്കാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും പൂക്കളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. അപ്പോൾ ഇത് ഞാൻ വീട് ചരിച്ച് വെച്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ഞാൻ ഒരു വള്ളിയിൽ കോർത്ത മുല്ലപ്പൂവാണ് കേട്ടോ. തീർന്നില്ല കേട്ടോ, ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. അത് ഇത്രയും ഞാൻ ഒറ്റ വള്ളിയിൽ കെട്ടിയതാണ് കേട്ടോ. ഇനിയും ഉണ്ട്. അപ്പം തീരുമെന്നൊന്നും അറിയത്തില്ല. ഇന്നതൊരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയ മുല്ലമാലയാണ്. ഇത് എത്ര മുഴം കാണുമെന്ന് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കൊന്നിട്ട് കടയിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു മുഴമെന്ന് പറയുന്നത് ഇത്രയേ കാണത്തുള്ളൂ തോന്നുന്നു.
നമുക്ക് വേണമെങ്കിൽ ആ ഒരു അളവ് വെച്ച് 1, ഇപ്പം 2 ഇതിപ്പം 3, 4, 5, 6, 7. ഇത് ഇത് കൂടെ കുറച്ചും കൂടെ കെട്ടിയാൽ 8 മുഴം പൂവാകും കേട്ടോ. ഇത് കണ്ടോ, 8 മുഴം പൂവ് ഇത്രയുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇത് കെട്ടി തീർന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഒറ്റ വള്ളി കെട്ടിയെന്ന് തോന്നില്ലേ. അതിനകത്ത് പൂവെല്ലാം കൂടെ ഇത്രയുണ്ട്. ഒന്നേ ഉള്ളൂ കേട്ടോ, കുറച്ചൊക്കെ അത് ഞാൻ കെട്ടിയില്ല. പിന്നെ അത് ഇന്നലെ കെട്ടി വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലെങ്കിൽ കേട്ടോ. താങ്ക് യു സോ മച്ച്.